ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന മനുഷ്യനിർമ്മിതമായ കനാലാണ് സൂയസ്. കേവലം 193 കിലോമീറ്റർ മാത്രം നീളമുള്ള ഈ മനുഷ്യനിർമ്മിത കനാൽ ആഗോള വാണിജ്യത്തിൻ്റെയും ലോക സമ്പദ്വ്യവസ്ഥയുടെയും എക്കാലത്തെയും വലിയ നാഡീസ്പന്ദനമാണ്. ലോകത്തിലെ ആകെ സമുദ്രവാണിജ്യത്തിൻ്റെ 12% ഇന്നും കടന്നുപോകുന്നത് ഈജിപ്തിലെ ഈ കനാലിലൂടെയാണ്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ജലപാതയ്ക്ക് പറയാനുള്ളത് ഈജിപ്തിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും അതിലുപരി അധിനിവേശങ്ങളുടെയും ചെറുത്തുനീപ്പുകളുടെയും വലിയൊരു ചരിത്രം കൂടിയാണ്. വാണിജ്യലോകത്ത് സമയത്തിന് സ്വർണത്തേക്കാൾ വിലയുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഈ കനാലാണ്. സൂയസ് കനാൽ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പുള്ള ലോകത്തെ സമുദ്രവാണിജ്യം വലിയൊരു വെല്ലുവിളിയായിരുന്നു. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും വരണമെങ്കിൽ കപ്പലുകൾക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള വാസ്കോഡഗാമയുടെ പഴയ യാത്രാവഴികൾ തന്നെ ആശ്രയിക്കണമായിരുന്നു. മാസങ്ങൾ നീളുന്ന ഈ യാത്ര കൊടുങ്കാറ്റും കടൽക്കൊള്ളക്കാരും നിറഞ്ഞ അങ്ങേയറ്റം അപകടകരവും ചെലവേറിയതുമായ ഒന്നായിരുന്നു. ഇതിനൊരു പകരമെന്ന നിലയിൽ യൂറോപ്യൻ കപ്പലുകൾ മെഡിറ്ററേനിയൻ കടൽ വഴി ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലോ പോർട്ട് സൈദിലോ നങ്കുരമിടുകയും അവിടെ നിന്ന് ചരക്കുകൾ ഇറക്കി ഒട്ടകപ്പുറത്ത് കെട്ടിവെച്ച് മരുഭൂമിയിലൂടെ ദിവസങ്ങളോളം സഞ്ചരിച്ച് ചെങ്കടൽ തീരത്തെത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി നിലവിലുണ്ടായിരുന്നു. അവിടെ നിന്ന് മറ്റൊരു കപ്പലിൽ കയറ്റിയാണ് ഏഷ്യയിലേക്ക് യാത്ര തിരിച്ചിരുന്നത്. കരയിലൂടെയും കടലിലൂടെയുമുള്ള ഈ ചരക്കുനീക്കം അതികഠിനമായിരുന്നു. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു കനാൽ കുഴിച്ചാൽ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള ദൂരം പകുതിയിലധികമായി കുറയുമെന്ന ചിന്ത ഈജിപ്ഷ്യൻ ഭരണാധികാരികളിലും യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികളിലും പണ്ടുമുതലേ ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായ ഫെർഡിനാൻഡ് ഡി ലെസ്റ്റെപ്സിൻ്റെ നേതൃത്വത്തിൽ 1859-ലാണ് സൂയസ് കനാലിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. എന്നാൽ ആധുനിക യന്ത്രസാമഗ്രികളില്ലാതിരുന്ന ആ കാലത്ത് കേവലം കൈക്കോട്ടും കുട്ടയും ഉപയോഗിച്ചാണ് ഈജിപ്തുകാർ മരുഭൂമിയിലെ മണൽ കുഴിച്ചു മാറ്റിയത്. ഈജിപ്തിൻ്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ണീരിൻ്റെ അധ്യായം കൂടിയാണിത്. കോർവി എന്നറിയപ്പെടുന്ന നിർബന്ധിത തൊഴിൽ സമ്പ്രദായത്തിലൂടെ 10 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ ഈജിപ്ഷ്യൻ കർഷകരെയും തൊഴിലാളികളെയും ഈ കനാൽ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അടിസ്ഥാന സൗകര്യങ്ങളോ കൃത്യമായ ഭക്ഷണമോ ഇല്ലാതെ 10 വർഷത്തോളം രാപ്പകലധ്വാനിച്ച അവരിൽ 1 ലക്ഷത്തിലധികം ആളുകളാണ് കോളറയും മറ്റു പകർച്ചവ്യാധികളും പട്ടിണിയും കാരണം മരിച്ചു വീണത്. ലോകത്തിൻ്റെ വാണിജ്യ ദൂരം കുറയ്ക്കാൻ ഈജിപ്ഷ്യൻ സാധാരണക്കാർ തങ്ങളുടെ ജീവൻ നൽകിയതിൻ്റെ ബാക്കിപത്രമാണ് നാം ഇന്നു കാണുന്ന സൂയസ് കനാൽ. 10 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ 1869-ൽ കനാൽ ലോകത്തിനായി തുറന്നുകൊടുത്തു. സൂയസ് കനാൽ വന്നതോടെ ലോകത്തിന് വലിയ നേട്ടങ്ങളുണ്ടായെങ്കിലും ആദ്യകാലത്ത് ഈജിപ്തിനത് വലിയ സാമ്പത്തിക രാഷ്ട്രീയ നഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. കനാൽ നിർമ്മാണത്തിനായി ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ യൂറോപ്യൻ ബാങ്കുകളിൽ നിന്ന് വലിയ തോതിൽ കടം വാങ്ങിയിരുന്നു. ഒടുവിൽ കടം വീട്ടാൻ വഴിയില്ലാതെ വന്നപ്പോൾ ഈജിപ്തിന് കനാലിലുണ്ടായിരുന്ന തങ്ങളുടെ സ്വന്തം ഓഹരികൾ ബ്രിട്ടന് വിൽക്കേണ്ടി വന്നു. കേവലം ഒരു സാമ്പത്തിക ഇടപാട് എന്നതിലുപരി ബ്രിട്ടന് ഈജിപ്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള വലിയൊരു ലൈസൻസായി ഇത് മാറി. കനാലിൻ്റെ സംരക്ഷണം എന്ന പേരിൽ ബ്രിട്ടീഷ് സൈന്യം ഈജിപ്തിൽ പ്രവേശിക്കുകയും അത് പിന്നീട് വലിയൊരു അധിനിവേശമായി മാറുകയും ചെയ്തു. തങ്ങളുടെ ചോരയും നീരും അഴുക്കി നിർമ്മിച്ച കനാലിൻ്റെ പൂർണ്ണ നിയന്ത്രണവും വരുമാനവും വിദേശികളുടെ കൈകളിലായത് ഈജിപ്തുകാരിൽ വലിയ അമർഷമുണ്ടാക്കി. ഈ നഷ്ടബോധത്തിന് അവസാനമുണ്ടാകുന്നത് 1956-ലാണ്. ആധുനിക ഈജിപ്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരനായ ഭരണാധികാരി ഗമാൽ അബ്ദുൽ നാസർ സൂയസ് കനാൽ പൂർണ്ണമായി ദേശസാത്കരിച്ചു. ഇത് ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും ഉൾപ്പെടുന്ന രാജ്യങ്ങളുമായുള്ള ഒരു വലിയ യുദ്ധത്തിന് കാരണമായെങ്കിലും ഒടുവിൽ കനാലിൻ്റെ പൂർണ്ണ അവകാശം ഈജിപ്തിൻ്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായി. ദേശസാത്കരണത്തിന് ശേഷം സൂയസ് കനാൽ ഈജിപ്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി മാറി. വിദേശ നാണ്യവരുമാനത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സ് ഇന്ന് ഈ കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നുള്ള ടോൾ നിരക്കാണ്. ഈ സാമ്പത്തിക നേട്ടം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി 2015-ൽ ഈജിപ്ഷ്യൻ സർക്കാർ കോടിക്കണക്കിന് ഡോളർ ചെലവിട്ട് പുതിയ സൂയസ് കനാൽ നിർമ്മിച്ചു. പഴയ കനാലിന് സമാന്തരമായി മറ്റൊരു ചാനൽ കൂടി കുഴിച്ചതോടെ ഇരുദിശകളിലേക്കും ഒരേ സമയം കപ്പലുകൾക്ക് സഞ്ചരിക്കാനും കനാലിലൂടെയുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാനും ഇത് സഹായിച്ചു. ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിലും സമുദ്രവാണിജ്യത്തിലും ഈജിപ്തിനെ ശക്തമായൊരു രാജ്യമാക്കി നിർത്തുന്നത് ഈ കനാലിൻ്റെ സാന്നിധ്യം തന്നെയാണ്.
മിഡിൽ ഈസ്റ്റിലെ എണ്ണ വിതരണവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാകുക. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഹൃദയം പേർഷ്യൻ ഗൾഫിലെ ഹോർമൂസ് കടലിടുക്കാണ്. അവിടെ നിന്നും പുറപ്പെടുന്ന എണ്ണക്കപ്പലുകൾക്ക് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എളുപ്പത്തിലെത്തണമെങ്കിൽ ബാബുൽ മന്ദബ് കടലിടുക്ക് വഴി ചെങ്കടലിൽ പ്രവേശിച്ച് സൂയസ് കനാലിലൂടെ മാത്രമേ സാധിക്കൂ. ഹോർമൂസ് എണ്ണയുടെ ഹൃദയമാണെങ്കിൽ ആ രക്തം ലോകമെമ്പാടും എത്തിക്കുന്ന പ്രധാന ധമനിയാണ് സൂയസ് കനാൽ. ഈ ശൃംഖലയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ തടസ്സമുണ്ടായാൽ അത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ആധുനിക ലോകം ഈ ജലപാതയെ എത്രത്തോളം ആശ്രയിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് 2021 എവർഗ്രീൻ എന്ന ഭീമൻ ചരക്കുകപ്പൽ നിയന്ത്രണം വിട്ട് കനാലിന് കുറുകെ കുടുങ്ങിയത് ആഗോള വാണിജ്യത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു. കേവലം 6 ദിവസം മാത്രമാണ് കനാൽ അടഞ്ഞുകിടന്നതെങ്കിലും നൂറുകണക്കിന് കപ്പലുകൾ ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമായി കുടുങ്ങിക്കിടന്നു. ആഗോള വിതരണ ശൃംഖലയ്ക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ആ ദിവസങ്ങളിലുണ്ടായത്. ഏഷ്യയിലെ ഫാക്ടറികളിൽ നിർമ്മിച്ച കാറുകൾ മുതൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും വരെ യൂറോപ്പിലെത്താതെ കെട്ടിക്കിടന്നു. ആധുനിക സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും സൂയസ് കനാലിന് പകരമായി മറ്റൊരു വാണിജ്യപാത ലോകത്തില്ല എന്ന് ഈ സംഭവം അടിവരയിടുന്നു.